നിങ്ങൾ ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരുപോലെയാണോ ഉണ്ടാവാറുള്ളത്? അല്ല. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോഴും ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മറ്റൊരാൾക്ക് അത് ഈസിലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെൽക്കം ടു 17th ഡേ ഓഫ് 30 days ഇന്റർവ്യൂ ക്രാക്ക് ചലഞ്ച്. ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇന്റർവ്യൂവർക്ക് നിങ്ങൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അല്ലെങ്കിൽ ടെൻസ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഫോർമൽ ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലേ എന്ന കാര്യം കൂടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഡ്രസ്സിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകാനുള്ള ചാൻസസ് ഏറെയാണ്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്റർവ്യൂയുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് കഴിവതും ഒഴിവാക്കുക. നിങ്ങളൊരു ഇന്റർവ്യൂ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് പ്ലെസന്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു പരിധിവരെ ബോഡി ലാംഗ്വേജ് ഇന്റർവ്യൂസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.